എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അമ്പിളി. +1 തുല്യതാ പഠിതാക്കളെ ഏവരെയും ലേൺ വിത്ത് അമ്പിളി എന്ന മലയാളം ക്ലാസ്സിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഏതാനും പാഠങ്ങളിലെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളത് ചെയ്തു നോക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ സഭാപ്രവേശം, വാസന വികൃതി, വാക്കുകൾ ഈ 3 പാഠങ്ങളിലെ വൺ വേർഡ് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സുമാണ് ചെയ്യാൻ. ചോദ്യം 1. പുരാണ കഥകളെ അസംസ്കൃത വസ്തുവായി സ്വീകരിച്ച് സമകാലിക സംഭവങ്ങൾക്ക് പാഠങ്ങൾ രചിക്കുന്ന മോഹന വിദ്യയിലൂടെ കവിത രചിച്ചതാര്? ഉത്തരം കുഞ്ചൻ നമ്പ്യാർ. നമ്പ്യാരുടെ കൃതികളിലെ കഥാതന്തു എല്ലായ്പ്പോഴും പുരാണ കഥകളായിരിക്കും. എന്നാൽ ആ പുരാണ കഥകളിലൂടെ അദ്ദേഹം താൻ ജീവിക്കുന്ന കാലഘട്ടത്തിലെ സംഭവങ്ങളായിരിക്കും അവതരിപ്പിക്കുക. അതുകൊണ്ടാണ് ഇപ്രകാരം വന്നിരിക്കുന്നത്. സമകാലിക സംഭവങ്ങൾക്ക് പാഠങ്ങൾ രചിക്കുന്ന മോഹന വിദ്യ എന്ന് പറയുന്നത്. ചോദ്യം 2. പാണ്ഡവ രാജധാനിയായ ഇന്ദ്രപ്രസ്ഥം നിർമ്മിച്ചത്? അപ്പോൾ പാണ്ഡവ രാജധാനിയുടെ പേര് നമ്മൾ പഠിച്ചു, ഇന്ദ്രപ്രസ്ഥം. ഇത് നിർമ്മിച്ചത് ആര് എന്നാണ് ചോദ്യം. ഉത്തരം ദേവശില്പിയായ മയൻ. അപ്പോൾ മയൻ എന്തുകൊണ്ടാണ് പാണ്ഡവർക്ക് ഈ ഇന്ദ്രപ്രസ്ഥം നിർമ്മിച്ചത് എന്ന് നിങ്ങൾക്കറിയാമോ? ഒരിക്കൽ അഗ്നിദേവൻ ഖാണ്ഡവ വനം മുഴുവൻ കത്തിക്കുകയാണ്. ആ കാട്ടുതീയിൽ ദേവശില്പിയായ മയൻ അകപ്പെടുന്നു. തക്ക സമയത്ത് അർജുനൻ എത്തി മയനെ ആ കാട്ടുതീയിൽ നിന്നും രക്ഷിക്കുകയാണ്. തന്റെ ജീവൻ രക്ഷിച്ച അർജുനനോട് മയൻ പറയുകയാണ്, അങ്ങേക്ക് എന്തു വേണം, ആവശ്യപ്പെടൂ എന്ന്. പക്ഷേ അർജുനൻ ഒന്നും തന്നെ ആവശ്യപ്പെടുന്നില്ല. എന്നാൽ മയന് നിർബന്ധമാണെങ്കിൽ തന്റെ സഖിയായ ശ്രീകൃഷ്ണനോട് ചോദിക്കൂ, അദ്ദേഹം പറയുന്നത് ചെയ്യൂ എന്നാണ് അർജുനൻ പറയുന്നത്. അങ്ങനെ മയൻ ശ്രീകൃഷ്ണനോട് ചോദിക്കുന്നു. കൃഷ്ണൻ പറയുന്നതാണ്, പാണ്ഡവർക്ക് വേണ്ടി താമസിക്കാൻ ഒരു മന്ദിരം പണിയുക. ആ മന്ദിരമാണത്രേ ഇന്ദ്രപ്രസ്ഥം. അതിനൊരു പ്രത്യേകതയുണ്ട്. മറ്റാർക്കും നിർമ്മിക്കാനാവാത്തത്രയും സുന്ദരവും ആശ്ചര്യജനകവുമായ ഒരു മന്ദിരമായിരിക്കണം. അവിടെ എത്തിയാൽ സ്ഫടികം പോലെ വെട്ടിത്തിളങ്ങുന്ന ആ തറപ്പടവുകളോടുകൂടിയ സഭ കയറിയാൽ പരിചയമില്ലാത്തവർക്ക് ചിലപ്പോൾ സ്ഥല ജലഭ്രമം പിടിപെടും. നമ്മുടെ കവിതയിൽ സഭാപ്രവേശത്തിൽ നമ്മൾ അതാണ് കാണുന്നത്. സ്ഥലജല ഭ്രമം പിടിപെട്ട ദുര്യോധനനെയാണ് കാണുന്നത്. നിങ്ങൾക്ക് ആ ഇന്ദ്രപ്രസ്ഥം എന്ന രാജധാനിയെ കുറിച്ച് ഒരു ചെറിയ അറിവ് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ. ചോദ്യം 3. സഭാപ്രവേശം തുള്ളൽ ഏതു വിഭാഗത്തിൽപ്പെട്ട തുള്ളൽ കൃതിയാണ്? ഓപ്ഷൻ ഓട്ടൻ തുള്ളൽ, ശീതങ്കൻ തുള്ളൽ, പറയൻ തുള്ളൽ. ഉത്തരം പറയൻ തുള്ളൽ. തുള്ളൽ 3 വിധമാണുള്ളത്, അതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം 4. ദുര്യോധനനും സഹോദരന്മാരും ദൂരത്തു നിന്നും വരുന്നത് കണ്ട് സമ്മോദമേറ്റം വളർന്നു കിളർന്നു. ഇവിടെ സമ്മോദം വളർന്നത് ആർക്ക്? ഓപ്ഷൻ ഭീമസേനന്, പാഞ്ചാലിക്ക്, ധർമ്മപുത്രർക്ക്. ഉത്തരം ധർമ്മപുത്രർക്ക്. പാണ്ഡവരിൽ ഏറ്റവും മൂത്തയാളാണ് ധർമ്മപുത്രർ. അദ്ദേഹത്തിന് യുധിഷ്ഠിരൻ എന്നും പേരുണ്ട്. സമ്മോദം എന്ന വാക്കിന്റെ അർത്ഥം സന്തോഷം എന്നാണ്. ചോദ്യം 5. 2 കരങ്ങളും പൊട്ടിച്ചിരിച്ചതാര്? ഉത്തരം ഭീമസേനൻ. ഭീമസേനന് വൃഗോദരൻ എന്നും പേരുണ്ട്. കവിതയിൽ വൃഗോദരൻ എന്നാണ് പറയുന്നത്. വൃഗം ചെന്നായ, ചെന്നായയുടെ ഉദരത്തിന് തുല്യനായവൻ എന്ന് വെച്ചാൽ അധികം ഭക്ഷണം കഴിക്കുന്നവൻ എന്നർത്ഥം. ഇവിടെ ഭീമസേനൻ കൈകൊട്ടി ചിരിച്ചത് എന്ത് കണ്ടിട്ടാണ്? നമ്മുടെ ദുര്യോധനൻ വെള്ളമില്ലാത്ത സ്ഥലത്ത് വെള്ളമുണ്ടെന്ന് വിചാരിച്ച് ആ വീരാളിപ്പട്ടൊക്കെ ഉയർത്തി അങ്ങനെ കുന്തിച്ച് യാത്ര ചെയ്യുന്നതും, അതുപോലെ വെള്ളമുള്ള സ്ഥലത്തെത്തുമ്പോൾ അവിടെ വെള്ളമില്ല എന്ന് വിചാരിച്ച് എടുത്തു ചാടുന്നതും ആ വെള്ളത്തിൽ മുങ്ങി പൊങ്ങുന്നതും ആയ അവസ്ഥകൾ കണ്ടിട്ട്. ചോദ്യം 6. കരം കൊണ്ടങ്ങ് ആനനത്തെ മറച്ചാശു മന്ദഹാസം ചെയ്തുമല്ലേ. ആരാണ് ഇപ്രകാരം ചിരിച്ചത്? മന്ദഹാസം എന്ന് വെച്ചാൽ പുഞ്ചിരി. ഉത്തരം ദ്രൗപദി. ചോദ്യം 7. വീരാളിപ്പട്ടും ഉരച്ചു കയറ്റി വീരൻ പതുക്കെ പദം കൊണ്ടു തപ്പി. ഇവിടെ വീരൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഉത്തരം ദുര്യോധനനെ. ചോദ്യം 8. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാര്? ഉത്തരം കുഞ്ചൻ നമ്പ്യാർ. 9. കവിയുടെ മനഃശാസ്ത്ര വിജ്ഞാനം സഭാപ്രവേശത്തിൽ ബോധ്യപ്പെടുത്തുന്നത് എങ്ങനെ? അപഹസിക്കപ്പെടുന്നവനുണ്ടാകുന്ന മുറിവ് മരണത്തിനും മീതെയാണ്. ചോദ്യം 10. പ്രാണികൾക്ക് സഹിക്കാവുന്നല്ല ഹാ ഹാ മഹാകഷ്ടം. പ്രാണികൾക്ക് പോലും സഹിക്കാനാവാത്തതായി ദുര്യോധനൻ പറയുന്നതെന്ത്? പരിഹസിക്കപ്പെടുന്നത്.
ചോദ്യം 11. താഴെ പറയുന്നവയിൽ നമ്പ്യാരുടേതല്ലാത്ത കൃതി. ചോദ്യം നമ്മൾ ശ്രദ്ധിക്കണം, നമ്പ്യാരുടെ കൃതി അല്ല ചോദിക്കുന്നത്, നമ്പ്യാരുടേതല്ലാത്ത കൃതിയാണ്. ഓപ്ഷൻ സെമന്തകം, ഘോഷയാത്ര, കൃഷ്ണഗാഥ. ഉത്തരം കൃഷ്ണഗാഥയാണ്. കൃഷ്ണഗാഥ ചെറുശ്ശേരിയാണ് രചിച്ചിട്ടുള്ളത്. ചോദ്യം 12. വാസന വികൃതിയിലെ നായകനാര്? മോഷണം പാരമ്പര്യ തൊഴിലായി സ്വീകരിച്ച ഒരു കുടുംബത്തിലെ അംഗമായ ഇക്കണ്ടക്കുറുപ്പ്. ചോദ്യം 13. മലയാളത്തിലെ ലക്ഷണയുക്തമായ ആദ്യ ചെറുകഥ ഏത്? ഓപ്ഷൻ ദ്വാരക, വാസന വികൃതി, മദിരാശി പിത്തലാട്ടം. ഉത്തരം വാസന വികൃതി. നമുക്ക് പഠിക്കാനുള്ള പാഠം അതാണ്. മലയാളത്തിലെ ലക്ഷണയുക്തമായ ആദ്യ ചെറുകഥ. ലക്ഷണയുക്തമായ ആദ്യ നോവൽ ഏതാണ്? ഇന്ദുലേഖ. ചോദ്യം 14. മലയാള ചെറുകഥയിലെ ആദ്യ നായകൻ. ഓപ്ഷൻ കള്ളൻ, രാജാവ്, പോലീസ്. ഉത്തരം കള്ളൻ. എത്ര വിരോധാഭാസമാണ് അല്ലെ? മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണയുക്തമായ ചെറുകഥയാണ് വാസന വികൃതി. ആ കഥയിലെ നായകൻ ഒരു കള്ളനാണ്. ചോദ്യം 15. വാസന വികൃതിയുടെ രചയിതാവ് ആര്? ഉത്തരം വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ. ചോദ്യം 16. രാജശിക്ഷ അനുഭവിച്ചിട്ടുള്ളതിൽ എന്നെ പോലെ ഭാഗ്യഹീനന്മാരായി മറ്റാരും ഉണ്ടായിട്ടില്ല. ഇവിടെ ആഖ്യാതാവ് ആര്? കഥാനായകനായ ഇക്കണ്ടക്കുറുപ്പ്. തന്റെ സ്വന്തം ജീവിത കഥയാണല്ലോ വാസന വികൃതിയിലൂടെ ആ കള്ളനായ ഇക്കണ്ടക്കുറുപ്പ് പറയുന്നത്. ചോദ്യം 17. അയാളുടെ ഏറ്റവും വലിയ വിഡ്ഢിത്തമായിരുന്നു അത്. ഇക്കണ്ടക്കുറുപ്പ് ചെയ്ത വിഡ്ഢിത്തം എന്ത്? മോഷ്ടിച്ച മോതിരം കാണാനില്ല എന്ന പരാതി പോലീസ് സ്റ്റേഷനിൽ നൽകിയത്. ചോദ്യം 18. നാരായണീയത്തിന്റെ രചയിതാവാര്? ഓപ്ഷൻസ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി, പൂന്താനം എഴുത്തച്ഛൻ. ശരിയായ ഉത്തരം മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി. ചോദ്യം 19. നാടക പടുമുളകളെ അപഹസിച്ചുകൊണ്ട് മുൻഷി രാമക്കുറിപ്പ് എഴുതിയ കൃതി ഏത്? ഉത്തരം ചക്കി ചങ്കരം. ചോദ്യം 20. ഇത്ര കൊള്ളരുതാത്ത താൻ ഇനി ഈ തൊഴിൽ ചെയ്യുന്നത് മുത്തച്ഛന് അപമാനമായിരിക്കും. തൊഴിലെന്ത്? ഉത്തരം മോഷണമാണ് തൊഴിൽ. ഇത് ആരുടെ വാക്കുകളാണ്? നമ്മുടെ ഇക്കണ്ടക്കുറുപ്പിന്റെ. 21. ചിരിയും ചിന്തയും എന്ന കൃതിയുടെ രചയിതാവാര്? ഉത്തരം EV കൃഷ്ണപിള്ള. 22ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ തൂലികാനാമം ഏത്? വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരുടെ എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്, തെറ്റാണ്, നായനാർ എന്നാണ് കേട്ടോ. തൂലികാനാമം. ഓപ്ഷൻസ് വിലാസിനി, കേസരി, സഞ്ജയൻ. ശരിയായ ഉത്തരം കേസരി. തൂലികാനാമം എന്നാൽ എഴുത്തുകാർ അവരുടെ സ്വന്തം പേരിനു പകരം മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു അല്ലെങ്കിൽ മറ്റൊരു പേരിൽ എഴുതുന്നു. അതിനെയാണ് തൂലികാനാമം എന്ന് പറയുന്നത്. ചോദ്യം 23. ചിരിയും ചിന്തയും എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻസ് നാടകം, നോവൽ, നർമ്മോപന്യാസം. ശരിയായ ഉത്തരം നർമ്മോപന്യാസം. ഉപന്യാസമാണിത്, എന്നാലും ആ ഉപന്യാസം വളരെയധികം നർമ്മം കലർത്തിയാണ് EV കൃഷ്ണപിള്ള എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കതിനെ നർമ്മോപന്യാസം എന്ന് പറയാം. 24ാമത്തെ ചോദ്യം. ഭാഷാ പഠനത്തിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്തതായി EV കൃഷ്ണപിള്ള പറയുന്നതെന്ത്? ഉത്തരം വ്യാകരണ പഠനം. 25. താഴെ പറയുന്നവയിൽ EV കൃഷ്ണപിള്ളയുടേതല്ലാത്ത കൃതി ഏത്? ശ്രദ്ധിക്കുക, EV കൃഷ്ണപിള്ളയുടെ കൃതിയല്ല, EV കൃഷ്ണപിള്ളയുടേതല്ലാത്ത കൃതി. ഓപ്ഷൻ സീതാലക്ഷ്മി, ചിരിയും ചിന്തയും, മാർത്താണ്ഡവർമ്മ, പ്രണയ കമ്മീഷൻ. ശരിയായ ഉത്തരം മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മ എഴുതിയിരിക്കുന്നത് CV രാമൻ പിള്ളയാണ്. സീതാലക്ഷ്മിയും ചിരിയും ചിന്തയും പ്രണയ കമ്മീഷനും എഴുതിയിരിക്കുന്നത് EV കൃഷ്ണപിള്ളയുമാണ്. ചോദ്യം 26. ഒരു തീവണ്ടി സ്റ്റേഷനിൽ ചെന്ന് നിന്നാൽ കാണാവുന്നവരൊക്കെ മലയാള ഭാഷയിലുണ്ട്. ലേഖകൻ പറയുന്ന ഭാഷകൾ ഏതെല്ലാം? തമിഴ്, സംസ്കൃതം, ഹിന്ദുസ്ഥാനി, ഇംഗ്ലീഷ് എന്നീ ഭാഷകൾ. തീവണ്ടി സ്റ്റേഷനിൽ നമ്മളൊക്കെ പോയിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ എത്ര തരം ആളുകളെയാണ് നമ്മൾ കാണുക? മലയാളികളെ കാണാം, തമിഴരെ കാണാം, മറ്റു നാട്ടുകാരെ ഒക്കെ കാണാം. ആ അർത്ഥത്തിലാണ് എഴുത്തുകാരൻ ഇപ്രകാരം പറയുന്നത്. ചോദ്യം 27. ചെന്ന ദിക്കിലെല്ലാം ഈരാറു 12 എന്ന പഴഞ്ചൊല്ല് സൂചിപ്പിക്കുന്നത് എന്ത്? ഈരാറു 12. അതിന്റെ അർത്ഥം ജീവിതത്തിൽ കൈവന്ന അതിരറ്റ ഭാഗ്യം എന്നാണ്. ചോദ്യം 28. കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക.
ഇക്കണ്ടക്കുറുപ്പ്, ഇട്ടി നാരായണൻ, രാമൻ നായർ, കുഞ്ചുണ്ണിക്കുറുപ്പ്. ഇതിലെ കൂട്ടത്തിൽപ്പെടാത്തത് കുഞ്ചുണ്ണിക്കുറുപ്പാണ്. നമ്മുടെ വാസന വികൃതിയിലെ പറയപ്പെടുന്ന 3 കഥാപാത്രങ്ങളാണ് ഇക്കണ്ടക്കുറുപ്പും ഇട്ടി നാരായണനും രാമൻ നായരും. എന്നാൽ ആ കഥയിൽ ഇല്ലാത്ത ഒരാളാണ് കുഞ്ചുണ്ണിക്കുറുപ്പ്. അതുകൊണ്ടാണ് കൂട്ടത്തിൽപ്പെടാത്തത് ആയിട്ട് വന്നത്. ചോദ്യം 29. പണ്ടു നീ നമ്മെ കയർ കൊണ്ടു കെട്ടി കൊണ്ടു കയത്തിൽ പിടിച്ചു മറിച്ചു. ഈ വരികൾ ആരെയാണ് കയർ കൊണ്ട് ബന്ധിച്ചതായി പറയുന്നത്? ഓപ്ഷൻ ദുര്യോധനൻ, ഭീമസേനൻ, ധർമ്മപുത്രർ. ഉത്തരം ഭീമസേനൻ. ഭീമസേനനെ ദുര്യോധനൻ കയർ കൊണ്ട് ബന്ധിച്ച് കയത്തിൽ തള്ളിയ കഥ മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. ചോദ്യം 30. അടിവരയിട്ട പദത്തിന്റെ അർത്ഥം എഴുതുക. പാരം വലഞ്ഞു പതുക്കെ പതുക്കെ തീരമണഞ്ഞൊരു ദിക്കിൽ കരേറി. സോറി, പാരം എന്ന വാക്കിന്റെ അടിയിൽ ഞാൻ വരയ്ക്കാൻ വിട്ടുപോയി. പാരം നിങ്ങളൊന്ന് വരച്ചോളൂ. ആ പാരം എന്ന വാക്കിന്റെ അർത്ഥമാണ് നമ്മൾ എഴുതേണ്ടത്. ഓപ്ഷൻസ് അധികം, കുറച്ച്, വെള്ളം, വീരൻ. പാരം എന്ന നമ്മുടെ പാഠപുസ്തകത്തിലെ സഭാപ്രവേശം, വാസന വികൃതി, വാക്കുകൾ, ഈ 3 പാഠങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട, പരീക്ഷയ്ക്ക് വരാൻ വളരെ സാധ്യതയുള്ള 1 വേർഡ് ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ് ഞാൻ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. അവ വളരെ ശ്രദ്ധാപൂർവം ഒന്ന് പഠിക്കുക, വളരെ പ്രയോജനപ്പെടും. അടുത്ത 3 പാഠങ്ങളുമായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നുണ്ട്. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.